ഇന്ന് രാവിലത്തെ ചായക്ക് നല്ല പത്തിരിയും ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണുള്ളത്. ഇന്ന് കോഴിക്കോട് ടൗൺ വരെ ഒന്ന് പോകാനുള്ളതുകൊണ്ട് രാവിലെ എണീറ്റ് പരിപാടികളൊക്കെ കഴിച്ചിട്ട് നേരത്തെ ചായ കുടിക്കാൻ ഇരുന്നതാണ്. മക്കൾസ് രണ്ടുപേരും എണീറ്റിട്ടില്ല. അങ്ങനെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ പതുക്കെ ഇറങ്ങി. എൻ്റെ കൂടെ ടൗണിലേക്ക് എൻ്റെ സുഹൃത്ത് മിഥുനുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ പോയി അവനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് വെച്ച് പിടിച്ചു. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് വന്ന കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഓരോ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് സി എച്ച് ഓവർബ്രിഡ്ജിനടുത്തുള്ള ജ്യൂസ് കടയിലേക്ക് പോയി. അവിടുന്ന് മിഥുനൊരു ബദാം മിൽക്കും ഞാനൊരു ഓറഞ്ച് സർബത്തും വാങ്ങിക്കുടിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കൊറിയർ അയക്കാനുള്ളത് DTDC ഓഫീസിൽ കയറി അയച്ച ശേഷം ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു. ഈ വരുന്നത് ഞങ്ങളുടെ ഫ്രണ്ട് ഫലാഹാണ്. ആൾ നാളെ തിരിച്ച് കുവൈത്തിലേക്ക് പോവുക. അപ്പോൾ അവനെ ഒന്ന് കാണാമെന്ന് കരുതി അവൻ്റെ വീട്ടിലൊന്ന് കയറി. അവൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരം ഞാൻ അവനോട് പറഞ്ഞു, ഇന്നത്തെ കണ്ടന്റിൽ വീഡിയോയിൽ നീയും ഉണ്ടാകൂടാന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ ചിരിയൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അങ്ങനെ അവനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മിഥുനെ അവൻ്റെ വീട്ടിൽ തിരിച്ചു വിട്ട് ഞാൻ നമ്മുടെ വീട്ടിലെത്തിയപ്പോഴത്തേനും ദാണ്ടെ മുമ്പിൽ നിൽക്കുന്നു സാൻവി മോള്. എനിക്കറിയാം ഇവളോട് ഉണ്ടാവും എന്നുള്ളത്, അതുകൊണ്ട് അവൾക്കൊരു പൊതി വാങ്ങാൻ ഞാൻ മറന്നിട്ടില്ല. അയ്യ, പൊതി കണ്ടപ്പോൾ അവളുടെ മുഖത്തൊരു ചിരി വന്നേ. കുറച്ചു നേരം അവളുടെ കൂടെയൊക്കെ കളിച്ചിരുന്നപ്പോഴത്തേനും ജിഞ്ചിൽ വന്ന് പറഞ്ഞു ഇന്ന് ചായക്ക് കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കാനുണ്ടെന്ന്. അവൾ അതിനു വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാനും കൂടി. അത് അബദ്ധമായോന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം. അവൾ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതൊക്കെ ഇതുപോലെ വായിലിട്ട് നിന്നുകൊണ്ട് അവൾ എന്നെ വേഗം സാവിക്കുട്ടൻ്റെ അടുത്തോട്ട് ഓടിച്ചു. ഈ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ എത്തിയ സാധനം കട്ട്ലറ്റാണെന്ന് വളരെ വേദനയോടെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞാൻ പാചകത്തിൽ കൈ കടത്തിയതിൻ്റെ ഗുണം നിങ്ങൾ ഈ പ്ലേറ്റ് കാണുന്നുണ്ടാവില്ല അല്ലേ?